നീളം 6 സെൻറ്റിമീറ്ററും വീതി 4 സെൻറ്റിമീറ്ററുമായ ചതുരം വരയ്ക്കുക. ഇതേ പരപ്പളവുള്ളതും നീളം 7 സെൻറ്റിമീറ്ററുമായ മറ്റൊരു ചതുരം വരയ്ക്കുക. അപ്പോൾ ഒരു ചതുരം വരച്ചിട്ട് അതേ പരപ്പളവുള്ള മറ്റൊരു ചതുരം വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന അളവിൽ ചതുരം വരയ്ക്കാം. നീളം എത്രയാണ്? 6ഉം വീതി 4ഉം. അപ്പോൾ നീളം 6ഉം വീതി 4ഉമായ ഒരു ചതുരം വരയ്ക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? സ്കെയിലെടുത്ത് 6 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. പിന്നെ വീതി 4ആണ്. അപ്പോൾ വീതി 4 എടുക്കുന്നു. ഇനി നീളം 6ഉം വീതി 4ഉമാണ്. ഇനി ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചതുരം വരച്ചു. അതിനുശേഷം വീതി എത്രയാണോ അതെന്ത് ചെയ്യുക? ഇങ്ങോട്ട് നീട്ടുക. ഈ നീളത്തിൻ്റെ കൂടെ വീതി 4ആണ് ഇവിടെ. 4 ആണെങ്കിൽ 4 ഇങ്ങോട്ട് നീട്ടി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പുതിയ ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 7 എന്നാണ് വന്നിരിക്കുന്നത്. എത്രയാണോ പുതിയ ചതുരത്തിൻ്റെ നീളം അതെന്ത് ചെയ്യുക? ഇതിൻ്റെ താഴോട്ട് നീട്ടുക. 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പം സ്കെയിലെടുത്ത് 7 സെൻറ്റിമീറ്റർ നീട്ടുക. ഇനി ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കുക. സ്കെയിലെടുത്ത് പെൻസിൽ ഉപയോഗിച്ച് യോജിപ്പിച്ചു. അതുപോലെ തന്നെ ഈ അറ്റത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് യോജിപ്പിക്കുന്നു. അപ്പം നമുക്കിവിടെ ഒരു ത്രികോണം കിട്ടി. ഈ ത്രികോണത്തിന് പരിവൃത്തം വരയ്ക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇത് 7 സെൻറ്റിമീറ്റർ ആണ്. പരിവൃത്തം വരയ്ക്കാൻ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വരയുടെ പകുതിയിലധികം നീളം കോമ്പസിലെടുക്കുന്നു. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ചാവം വരയ്ക്കുന്നു. അതേപോലെ ഈ അറ്റത്തുനിന്ന് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് ചാവം വരയ്ക്കുന്നു. അപ്പോൾ ഈ രണ്ട് ചാവങ്ങളും കൂട്ടിമുട്ടുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു? യോജിപ്പിച്ചു കൊടുക്കുന്നു. കൂട്ടിമുട്ടുന്നത് എന്ത് ചെയ്യുന്നു? യോജിപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ഈ വരയ്ക്ക് എന്ത് ചെയ്യുന്നു? സമഭാജി വരയ്ക്കുന്നു. ഇതിൻ്റെ പകുതിയിലധികം നീളം എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാവം വരച്ചു. അതേ അളവിൽ ഈ അറ്റത്ത് വെച്ച് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് ചാവം വരയ്ക്കും. ഇനി എന്ത് ചെയ്യുക? രണ്ട് ചാപങ്ങളും കൂട്ടിമുട്ടുന്നിടത്ത് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് വര വരയ്ക്കുന്നു. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ വരയുടെ സമഭാജിയാണിത്. അതുപോലെ തന്നെ ഈ വരയുടെ സമഭാജിയാണിത്. ഈ രണ്ട് വരയും കൂട്ടിമുട്ടുന്നതാ ഈ ഒരു ഇവിടെ ബിന്ദുവിലാണ് കൂട്ടിമുട്ടുന്നത്. അപ്പം ഈ ഒരു ബിന്ദുവിൽ വെച്ച് ഇതുവരെയുള്ള അകലം എടുക്കുക കോമ്പസിൽ. ഇതിന് ശേഷം ഇവിടെ നിന്ന് വൃത്തം വരയ്ക്കാം. അപ്പം ചെയ്തത് ഈ വരയ്ക്ക് രണ്ട് വരയ്ക്കുള്ള സമഭാജി കൂട്ടിമുട്ടുന്നിടത്ത് വെച്ച് ഇതുവരെയുള്ള അകലം കോമ്പസിലെടുത്ത് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു വൃത്തം വരയ്ക്കുകയാണ് ചെയ്തത്. ഇനി നമ്മുടെ പുതിയ ചതുരത്തിൻ്റെ നീളം ഇതും വീതി ഇത്രയുമാണ്. അപ്പം ഇത് നീളം, ഇത് വീതിയാണ്. അപ്പം ഈ നീളം കോമ്പസിലെടുക്കുന്നു. ഇതുവരെയുള്ള നീളം കോമ്പസിലെടുത്തു. അതിനുശേഷം അവിടെ വച്ച് തന്നെ ഇങ്ങോട്ട് ചാവം വരയ്ക്കുന്നു. അതേ അളവിൽ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടും ചാവം വരയ്ക്കുന്നു. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? ഇങ്ങോട്ടൊന്ന് നീട്ടിക്കൊടുക്കുക. അതുപോലെ തന്നെ സ്കെയിലെടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്ന് യോജിപ്പിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു ചതുരം കിട്ടി. ഇങ്ങനെ ഒരു ചതുരം കിട്ടി. ഇതാണ് നീളം 7 സെൻറ്റിമീറ്ററും ഇതേ പരപ്പളവുള്ളതും നീളം 7 സെൻറ്റിമീറ്ററുമായ ചതുരം.